ടോപ്പ് ലൈവ് ക്രിക്കറ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ രണ്ടാം ടെസ്റ്റിൽ ചരിത്ര വിജയം ടീം ഇന്ത്യക്ക്. വെറും 2 ദിവസം മാത്രമാണ് ഈ ടെസ്റ്റ് നീണ്ടുനിന്നത്. ഒരു ദിവസം വീണത് 23 വിക്കറ്റ്. സംഭവബഹുലമായ ടെസ്റ്റ്. കേപ്പ് ടൗണിൽ ടെസ്റ്റ് വിജയിക്കുക എന്നത് വലിയ വെല്ലുവിളിയാണ്. വെല്ലുവിളി ഏറ്റെടുത്ത രോഹിത് ശർമ്മ സൗത്ത് ആഫ്രിക്കയെ തീർത്തിരിക്കുകയാണ്. ഏകപക്ഷീയമല്ല 7 വിക്കറ്റ് വിജയം. ഇത് ക്യാപ്റ്റൻ എന്ന നിലയിൽ രോഹിത് ശർമ്മയുടെ പുതിയ ചരിത്രം കുറിച്ചിരിക്കുകയാണ്. സൗത്ത് ആഫ്രിക്കയെ കേപ്പ് ടൗണിൽ തോൽപ്പിച്ച ആദ്യ ഏഷ്യൻ ക്യാപ്റ്റൻ എന്ന ബഹുമതി രോഹിത് ശർമ്മയ്ക്ക് ഈ വിജയം നേടിക്കൊടുത്തിരിക്കും. വേൾഡ് കപ്പിലെ തോൽവിയിൽ നിരാശരായ രോഹിത് ശർമ്മയ്ക്കും ഇന്ത്യൻ ടീമിനും സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് തലയുയർത്തി മടങ്ങാം. സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് പരമ്പര സമനിലയാക്കി മടങ്ങുന്ന രണ്ടാമത്തെ ഇന്ത്യൻ ക്യാപ്റ്റനാണ് രോഹിത് ശർമ്മ. ആദ്യത്തേത് മഹേന്ദ്ര സിംഗ് ധോണിയുടേതാണ്. ഇതൊരു മികച്ച വിജയമാണ്. ആദ്യം സിറാജിന്റെ 6 വിക്കറ്റ് മിന്നുന്ന പ്രകടനമായിരുന്നെങ്കിൽ രണ്ടാമത്തേത് ബൂമറയുടെ 6 വിക്കറ്റിന്റെ തകർപ്പൻ പ്രകടനമാണ്. ഒരു വശത്ത് മാർക്രത്തിന്റെ സെഞ്ചുറി ബാറ്റിംഗാണ് സൗത്ത് ആഫ്രിക്കയെ കരകയറ്റിയത്. ആദ്യ ദിവസം ലോക ടെസ്റ്റ് ചരിത്രത്തിൽ ആദ്യമായി ഒരു ടീമിന്റെ 6 വിക്കറ്റുകൾ ഒരു റണ്ണ് പോലും എടുക്കാതെ വീഴുകയെന്നത് ഈ ടെസ്റ്റിൽ നമ്മൾ കണ്ടു. ഡീൻ എൽഗറിന്റെ വിരമിക്കൽ ടെസ്റ്റ് കൂടിയായതിനാൽ ഈ ടെസ്റ്റ് മത്സരത്തിൽ സമനിലയിൽ തളക്കാൻ കഴിഞ്ഞത് ഇന്ത്യൻ ടീമിന് പ്രശംസനീയമാണ്. ഇന്ത്യയുടെ മികച്ച ബോളിംഗ് നിരയുടെ പ്രകടനം കൊണ്ടാണ് ഇന്ത്യ ഈ വിജയം നേടിയെടുത്തത്. ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.